സുവിശേഷ മഹായോഗം എന്ന നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് ആ നിലയിൽ ശുശ്രൂഷിപ്പാനാണ് ഈ രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ തിരുവചനങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. പഴയ നിയമത്തിൽ 16 പ്രവചന പുസ്തകങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന പുസ്തകമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. പഴയ നിയമത്തിലെ 16 പ്രവചന പുസ്തകങ്ങളെ 2 ഭാഗങ്ങളായി തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വലിയ പ്രവാചകന്മാരും, രണ്ടാമത്തത് ചെറിയ പ്രവാചകന്മാർ. വലിയ പ്രവാചകന്മാർ 4 പേരും ചെറിയ പ്രവാചകന്മാർ 12 പേരുമാണ്. അതിൽ വലിയ പ്രവാചകന്മാർ യെശയ്യാവ്, യിരെമ്യാവ്, എഗസ്കേൽ, ദാനിയേൽ. ഹോശയ്യ മുതൽ മലാക്കി വരെയുള്ള 12 പ്രവാചകന്മാരെ ചെറിയ പ്രവാചകന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ദാനിയേൽ പ്രവാചകൻ എന്ന് പറയുന്നത്. ദാനിയേലിനെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് ആമുഖമായി കൂടുതൽ കാര്യങ്ങൾ പറയാതെ തന്നെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും ദാനിയേൽ എന്ന് പറയുന്ന ഈ പ്രവാചകൻ ഇസ്രായേലിലെ അതുല്യനായ പ്രവാചകന്മാരിൽ ഒരുവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രവചന പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി പ്രവചനങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രവചനം പഠിക്കുമ്പോൾ സമകാലീന പ്രവചനമെന്നും അനധിവിദൂര ഭാവിയിൽ നടക്കേണ്ട പ്രവചനമെന്നും പ്രവചനങ്ങളെ 2ആയി തിരിക്കാം. സമകാലീന പ്രവചനം എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ ഒരു പ്രവചനം നടത്തിയാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ പ്രവചനം നിറവേറുകയാണെങ്കിൽ അതാണ് സമകാലീന പ്രവചനം എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അനധിവിദൂര ഭാവിയിൽ നടക്കേണ്ടവയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ ഒരു പ്രവചനം നടത്തി പ്രവാചകൻ മരിച്ചു കഴിഞ്ഞാലും ദീർഘ നാളുകൾ, സഹസ്രാബ്ദങ്ങളോളം നിറവേറുവാൻ വേണ്ടി നിലനിൽക്കുന്ന പ്രവചനങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രവചനങ്ങളെയാണ് അനധിവിദൂര ഭാവിയിൽ നടക്കേണ്ട പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അനധിവിദൂര ഭാവിയിൽ നടക്കേണ്ട നിരവധി പ്രവചനങ്ങളുടെ സമാഹാരമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഈ പ്രവചന പുസ്തകം ദാനിയേൽ എഴുതുന്നത് ബാബിലോണിൽ വെച്ചാണ്. ബാബിലോണിൽ ദാനിയേൽ പ്രവാചകൻ പോകാനുള്ള കാരണം യെരൂശലേമിൽ നിന്നും നെബൂഖദ്നേസർ രാജാവ് പ്രവാസിയായിട്ട് പിടിച്ചുകൊണ്ടുപോകുന്നതാണ് യഹൂദ ജനത്തെ. അങ്ങനെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ ദാനിയേലും പ്രവാസിയായി പോയതാണ്. അതായത് യഹൂദ രാജാക്കന്മാരിൽ ഒടുവിലത്തെ 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് യഹൂദന്മാരെ പ്രവാസികളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയത്. അത് BC 606, 598, BC 587 എന്നിങ്ങനെ 3 കാലഘട്ടങ്ങളിലായിട്ടാണ് ഇവരെ പ്രവാസികളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ പ്രവാസികളായി പോയ കൂട്ടത്തിലാണ് ദാനിയേലും പോയത്. അന്ന് യഹൂദ രാജ്യത്തെ അവസാനത്തെ രാജാക്കന്മാർ യഹോയാക്കീം, സിദക്കിയാം, ഇങ്ങനെ 3 രാജാക്കന്മാരുടെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലാണ് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വരികയും യിരെമ്യാ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചതിനനുസരിച്ച് യഹൂദ ജനത്തെ അടിമകളാക്കി ബാബേലിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. അങ്ങനെ ബാബിലോണിലെ 70 സംവത്സരത്തിനിടയിലാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതുവാൻ ദാനിയേലിനെ ദൈവം അനുവദിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാബിലോണിലെ സംഭവങ്ങളും അവിടെ വെച്ച് ദാനിയേൽ കണ്ടതും അതുപോലെ നെബൂഖദ്നേസർ രാജാവ് കണ്ടതുമായിട്ടുള്ള ദർശനങ്ങളാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതാണ്ട് 12 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പ്രവചന പുസ്തകമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ഈ 12 അധ്യായങ്ങളിലായി പ്രവാചകനായ ദാനിയേല് 12 വ്യത്യസ്തമായ വിഷയങ്ങളാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ യഹൂദ ജനത്തിന്റെ ബാബിലോണ്യ പ്രവാസത്തിന്റെ ആരംഭം, 2-ാമത്തെ അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് കാണുന്ന ഒരു വ്യത്യസ്ത ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബിംബം, 3-ാം അധ്യായത്തിൽ ദുരാസമഭൂമിയിൽ നെബൂഖദ്നേസർ നിർത്തിയ ഒരു സ്വർണബിംബം, 4-ാം അധ്യായത്തിൽ വൃക്ഷദർശനം, 5-ാം അധ്യായത്തിൽ
ചുവരിലെ മേലെടുത്ത്, 6-ാം അധ്യായത്തിൽ ദാനിയേൽ സിംഹക്കുഴിയിൽ, 7-ാം അധ്യായത്തിൽ വ്യത്യസ്ത സ്വഭാവമുള്ള 4 വന്യമൃഗങ്ങൾ, 8-ാം അധ്യായത്തിൽ കോലാട്ടുകൊറ്റനും ആട്ടുകൊറ്റനും, 70 ആഴ്ചവട്ടം, 10-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 11-ാം അധ്യായത്തിൽ മുദ്രയിടപ്പെട്ട വടക്കേ രാജാവും തെക്കേ രാജാവും അഥവാ എതിർ ക്രിസ്തുവിന്റെ ഭരണം, 12-ാം അധ്യായത്തിൽ മുദ്രയിടപ്പെട്ട പുസ്തകം. അപ്പം 12 അധ്യായങ്ങളിലായി വ്യത്യസ്തമായ 12 വിഷയങ്ങളാണ് പ്രവാചകനായ ദാനിയേൽ ഈ പുസ്തകത്തിന്റെ അകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് വിശകലനം ചെയ്ത് പഠിക്കേണ്ട ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ഇതിൽ നിന്നും പുതിയ നിയമത്തിൽ യേശു കർത്താവ് തന്നെ ഇതിൻ്റെ അകത്തുള്ള ചില വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ സംസാരിച്ചിട്ടുള്ളത് നമുക്ക് സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം പഠിക്കണമെങ്കിൽ പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവചനം കൂടെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നിർബന്ധമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ 2 പുസ്തകങ്ങളും പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവചനവും പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണ് ഉള്ളത്. സ്തോത്രം. ഈ 2 പുസ്തകങ്ങളും വരാൻ പോകുന്ന ഭാവി സംഭവങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ്, അല്ലെങ്കിൽ ദർശനങ്ങളാണ് നമുക്ക് ഇതിനകത്തൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിലും എന്റെ പരിമിതമായ സമയത്തിനകത്ത് അത് വിശദീകരിക്കാനുള്ള സാവകാശം ഇല്ലാത്തത് കൊണ്ട് വേഗത്തിൽ നമുക്ക് വായിച്ച അധ്യായത്തിലേക്ക് വാക്യത്തിലേക്ക് വന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഇന്ന് രാത്രിയിൽ സംസാരിക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആയിരിക്കാം കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞത് വ്യത്യസ്ത ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബിംബം, അത് നെബൂഖദ്നേസർ എന്ന രാജാവ് കാണുന്ന ഒരു ദർശനമാണ്. ഈ പുസ്തകത്തിനകത്ത് നെബൂഖദ്നേസർ എന്ന ബാബിലോണിയ രാജാവ് കാണുന്ന ദർശനമുണ്ട്. അതുപോലെ തന്നെ പ്രവാചകനായ ദാനിയേൽ കാണുന്ന ദർശനമുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ദർശനങ്ങൾ, ഈ കണ്ട ദർശനങ്ങളൊക്കെ തന്നെ വെറും സ്വപ്നങ്ങളായിരുന്നില്ല, മറിച്ച് ദൈവം ഭാവിയെക്കുറിച്ച് കൃത്യമായി സ്വപ്നങ്ങളിലൂടെ നെബൂഖദ്നേസർ രാജാവിനും അതുപോലെ ദാനിയേലിനുമൊക്കെ ഭാവിയിൽ എന്താണ് ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ദൈവം വളരെ കൃത്യമായി കൊടുത്തിരിക്കുകയാണ്. ഈ അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം തന്റെ പള്ളിമെത്തയിൽ കിടക്കുന്ന സമയത്ത് താൻ കാണുന്ന ഒരു സ്വപ്നമാണ് വ്യത്യസ്ത ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബിംബം. അദ്ദേഹം അങ്ങനെ ഒരു സ്വപ്നം കാണുന്നു. പക്ഷെ രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ താൻ കണ്ട സ്വപ്നം അദ്ദേഹം മറന്നുപോകുന്നു. അദ്ദേഹത്തിന് ഒരു നിർബന്ധമുണ്ടായി. താൻ കണ്ടിരിക്കുന്ന സ്വപ്നം അത് താൻ മറന്നുപോയെങ്കിലും അതൊന്നുകൂടെ ഓർമ്മിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ആവർത്തിച്ച് ചിന്തിച്ചിട്ടും കഴിഞ്ഞ രാത്രിയിൽ താൻ കണ്ട സ്വപ്നം അത് ഓർമ്മയിലേക്ക് വരാതെ അദ്ദേഹം വളരെ ഭാരപ്പെടുന്നതായി നമുക്ക് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെബൂഖദ്നേസറിന്റെ 1-ാം വാക്യം, നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു, അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു, അവന് ഉറക്കമില്ലാതെ. അതായത് BC 606 കാണുന്നതായ ഒരു ദർശനമാണ് 2-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന ദർശനം. അപ്പം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട നിമിത്തം അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു, അവന് പിന്നീട് ഉറക്കമില്ലാതെയായി. അപ്പം താൻ കണ്ട സ്വപ്നം അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ മിക്കവാറും സ്വപ്നം കാണുന്നവരാണ്. പക്ഷെ പല സ്വപ്നങ്ങളും നമ്മൾ ഓർത്തിരിക്കും. എന്നാൽ വേണ്ടതുപോലെ അർത്ഥസമ്പുഷ്ടമായ സ്വപ്നങ്ങൾ കാണുക വളരെ കുറവാണ്. എല്ലാ ദിവസവും ഒരുപക്ഷെ നമ്മള് ആവശ്യമില്ലാത്ത കുറെ സ്വപ്നങ്ങളൊക്കെ കാണും. പക്ഷെ സ്വപ്നം നിമിത്തം നമുക്ക് ഒരു വ്യാകുലമോ ഭാരമോ പലപ്പോഴും ഉണ്ടാകാറില്ല. ചിലത് നമ്മൾ ഓർക്കും, ചിലത് നമ്മൾ മറന്നുപോകും. മറന്നുപോയത് വീണ്ടും ഓർമ്മിച്ചെടുക്കത്തക്ക നിലയിൽ ഒരാവേശമൊന്നും നമുക്ക് ഉണ്ടാകാറില്ല. കാരണം ആ സ്വപ്നത്തിന് അത്രയ്ക്കുള്ള പ്രാധാന്യമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നെബൂഖദ്നേസർ കണ്ട ആ സ്വപ്നത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്വപ്നം നിമിത്തം അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ സ്വപ്ന നിമിത്തം അവന്റെ ഉറക്കം നഷ്ടമായി. അപ്പം നെബൂഖദ്നേസർ എന്ന രാജാവ് കണ്ട സ്വപ്നം നിമിത്തം അദ്ദേഹത്തിനുണ്ടായ 2
കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അദ്ദേഹത്തിന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. രണ്ടാമതായിട്ട് രാജാവിന്റെ ഉറക്കം കെട്ടുപോയി. സ്തോത്രം. അപ്പൊ രണ്ട് വിഷയങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. ഏതൊരു മനുഷ്യന്റെയും മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്ന അനുഭവങ്ങൾ വളരെ കുറവാണ്. എപ്പോഴും പല ദൈവമക്കളാണെങ്കിലും പല ദൈവദാസന്മാരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണത്താൽ പലപ്പോഴും മാനസികമായി തകർന്നിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലരുടെയും സാക്ഷ്യവാദങ്ങൾ കേട്ടാലും മാനസികമായിട്ടുള്ള പല പ്രയാസങ്ങളിൽ നിന്നുളവായി വരുന്ന സാക്ഷ്യങ്ങളാണ് പൊതുവെ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടുന്നു. അത് പല കാരണങ്ങൾ അതിനുണ്ടാകാം. പക്ഷെ ഇവിടെ രാജാവിന്റെ മനസ്സ് വ്യാകുലപ്പെട്ടത് തലേ രാത്രിയിൽ താൻ കണ്ട ആ സ്വപ്നമാണ് തന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചത്. സ്തോത്രം. ഇന്ന് ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വിഷയങ്ങളുടെ മുഖത്ത് മനസ്സ് വ്യാകുലപ്പെട്ടു, മനസ്സ് വിഷമിച്ച് എന്തു ചെയ്യും, എങ്ങനെയാകും എന്നൊക്കെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഈ രാത്രി ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുവാൻ തയ്യാറായാൽ, ദൈവവചനത്തിന്റെ മുമ്പിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ, നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ജീവിതത്തിന്റെ സമസ്ത വിഷയങ്ങളിലും ഈ രാത്രി ദൈവാത്മാവ് ഇടപെടുന്ന രാത്രിയാണ്. നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ യേശുവിന്റെ അധികാരം ഇന്ന് രാത്രി ശക്തിയോടെ വെളിപ്പെടുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ഒരു നിമിഷം കർത്താവിന് മഹത്വം കൊടുത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധികളും, നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധികളും നമ്മിൽ നിലനിൽക്കുവാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ മനസ്സിനകത്ത് ദൈവം തരുന്നത് സന്തോഷവും സമാധാനവുമാണ്. അതുകൊണ്ട് ആ സന്തോഷമോ സമാധാനമോ മനസ്സിനകത്തില്ല. വല്ലാതെ ആ മനസ്സുകൊണ്ട് ഭാരപ്പെടുന്നു. ഒരുപക്ഷെ ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, മക്കളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, ആ സഭയെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത്, സാമ്പത്തിക വിഷയങ്ങളെ ഓർത്ത്, കടബാധ്യതകളെ ഓർത്ത്, ഭാരപ്പെടുന്ന രോഗങ്ങളെ ഓർത്ത് ഏതെങ്കിലും തരത്തിൽ മനസ്സ് വ്യാകുലപ്പെട്ടവരായി ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ശക്തമായ ഒരു ദൂത് വിളിച്ചു പറയുന്നു. ഈ രാത്രി നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന നിങ്ങളുടെ വിഷയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന രാത്രിയാണ്. നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. നിന്നെ നിരാശപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന സമസ്ത വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്ന യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഈ രാത്രി വെളിപ്പെടുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്നവർ, ഹല്ലേലൂയ, നിങ്ങൾ വായു തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന്, നെബൂഖദ്നേസറിന്റെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെട്ടു എന്നുള്ളതാണ്. സ്തോത്രം. രണ്ടാമത്തെ വിഷയം, അദ്ദേഹത്തിന്റെ ഉറക്കം കെട്ടുപോയി. ഉറക്കമില്ല. ഈ സ്വപ്നം കണ്ടതിൽ പിന്നെ തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അതുവരെയൊക്കെ നല്ല ഉറക്കമുണ്ടായിരുന്നു. നല്ല ഉറക്കത്തിലാണല്ലോ പലപ്പോഴും നമ്മള് സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അന്ന് രാത്രി, ഈ സ്വപ്നം കാണുന്ന രാത്രി വരെ ഉറക്കത്തിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. നല്ല ഉറക്കം അദ്ദേഹത്തിനുണ്ട്. കാരണം പള്ളിമത്തയിലല്ല കിടക്കുന്നത്, ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉറക്കത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഈ സ്വപ്നം നിമിത്തം അദ്ദേഹത്തിന് ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതിലൊരു നഷ്ടമാണ് തന്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മനിയോഗത്തിൽ ചോദിക്കുന്നു, നിങ്ങളുടെ ഉറക്കം ഏതെങ്കിലും കാരണത്താൽ ഉറങ്ങാൻ തിരിഞ്ഞു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന വിഷയങ്ങൾ ഏതായിരുന്നാലും ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ തകർക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ 2 ആഴ്ചക്ക് മുൻപ് മുണ്ടക്കയത്തുള്ള ഒരു കുടുംബത്തിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി. ആ വീടിനകത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കെസിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ ഒരു 2.5 മാസമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. 2.5 മാസമായിട്ട് അവൾ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നില്ല. അതുപോലെ തന്നെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും അവൾക്ക് ഉറക്കമില്ല. 2.5 മാസം ഉറക്കമില്ലാതെ വളരെ ഭാരപ്പെട്ടു. എന്നെ ഫോണിൽ വിളിച്ച പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാരണങ്ങൾ അവരോട് പറഞ്ഞു. അങ്ങനെ സ്തോത്രം, അവിടെ കടന്നുപോയി ഒരു ഉപവാസത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, മെഡിക്കൽ കോളേജിൽ സ്തോത്രം 2 മാസത്തിൽ
ഒരു നല്ല ഭാഗം ഏതാണ്ട് ഒരു 10-30 ദിവസത്തോളം തന്നെ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ വന്ന് ആയും അങ്ങോട്ട് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. ഡോക്ടർമാർക്ക് രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടു. അന്നത്തെ പ്രാർത്ഥനയിൽ ആ മകളെ ബന്ധിച്ചിരുന്ന പൈശാചിക ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു. അവൾ സൗഖ്യമായി. 2.5 മാസം സ്കൂളിൽ പോകാതിരുന്ന പെൺകുട്ടി പ്രാർത്ഥിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ സ്കൂളിൽ പോകാനിടയാൽ. അവളുടെ ഉറക്കം കെടുത്തുന്നതിന് പൈശാചിക ശക്തികൾ, ഹല്ലേലൂയ, അവളുടെ ഭക്ഷണം മുടക്കുന്ന ശക്തികൾ, അവളെ പഠിക്കാൻ അനുവദിക്കാത്ത ശക്തികൾ അവളുടെ മേൽ വ്യാപരിച്ചിരുന്നത് കൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6 മണിയോട് അടുക്കുമ്പോൾ അവളുടെ തല പൊട്ടിക്കീറുന്നത് പോലെ വേദന അലറി വിളിച്ചു കരയുകയാണ്. ഹല്ലേലൂയ. അങ്ങനത്തെ അന്തരീക്ഷങ്ങൾ മുഴുവൻ കർത്താവ് മാറ്റി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉറക്കം കെടുത്തുന്ന ശക്തികളെ തകർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് കേട്ടോ. വേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ നീതിമാന് ഉറക്കം കൊടുക്കുമെന്ന. പക്ഷേ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നല്ല ബംഗ്ലാവുണ്ട്, കയറി കിടക്കുവാൻ നല്ല കിടക്കയുണ്ട്, ഹല്ലേലൂയ. മുന്തിയ വില കൊടുത്തു വാങ്ങിയ ബെഡും ഒക്കെയുണ്ട്. പക്ഷേ അതിനകത്ത് കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ദീർഘദിവസങ്ങളായി ഉറങ്ങാൻ ഭാരപ്പെടുന്ന 100 കണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഈ ദിവസങ്ങളിൽ വേണ്ടതുപോലെ ഉറങ്ങാൻ കഴിയാതെ രാത്രികളിൽ കിടക്കയിൽ ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, നിന്റെ ഉറക്കം കെടുത്തുന്ന പൈശാചിക ശക്തികളെ ഓട്ടിക്കുവാൻ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരം ചിലരുടെ മേൽ ചലിക്കുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുക്കാമല്ലോ. ഉറക്കം കെടുത്തുന്ന ശക്തികളെ തകർക്കുന്ന ഒരു സർവശക്തനായ ദൈവം. ഉറക്കം തരുന്നവൻ ദൈവമാണ്, പക്ഷെ ഉറക്കം കെടുത്തുന്നത് പിശാചാണ്. അങ്ങനെയെങ്കിൽ ഉറക്കം ഇല്ല, വേണ്ടതുപോലെ ഉറങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ അതൊരു വലിയ സ്തോത്രം, ഹല്ലേലൂയ, പൈശാചികത തന്നെ. എന്നാൽ ചില ആളുകൾക്ക് ഉറക്കം കൂടുതലാണ്. ഉറക്കം കൂടുന്നതും ഒരു പൈശാചികതയാണ്. കാരണം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പോലും ഉറങ്ങുന്ന ആളുകൾ, വചനം കേൾക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പോലും ഉറങ്ങുന്ന ധാരാളം. ഉറക്കം ആവശ്യമില്ലാത്ത സമയങ്ങളിലെ ഉറക്കവും അതും ഒരു പൈശാചികതയാണ്. ഉറങ്ങുവാൻ ദൈവം മനുഷ്യന് സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ഉറങ്ങേണ്ടത്. ആ സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഉറക്കം കെടുത്തുന്ന കാരണങ്ങളുണ്ട്. അത് നീക്കുവാൻ കഴിയുന്നത് സർവശക്തനായ നമ്മുടെ കർത്താവിന് മാത്രമാണ്. അങ്ങനെ ആരെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ടവരായി ഇതിനകത്തുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങൾ നിമിത്തം ഉറക്കം കെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയ ആ ഉറക്കത്തെ മടക്കി തരുവാൻ ഇന്ന് രാത്രി കരുത്തുള്ള ഒരു കരം നിന്റെ മേൽ ചലിക്കുന്നു. അത് മനുഷ്യന്റെ കരമല്ല, പ്രസംഗിക്കുന്ന നസറയനായ യേശുവിന്റെ കരമാണ്. 2 കാര്യങ്ങൾ. 1, അദ്ദേഹത്തിന്റെ മനസ്സു വല്ലാതെ വ്യാകുലപ്പെട്ടു. 2, തന്നെ ഉറക്കം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിലായി താൻ കണ്ട സ്വപ്നം ഒരർത്ഥമുള്ള സ്വപ്നമാണ്. അതുകൊണ്ട് ആ സ്വപ്നം തനിക്ക് ഓർത്തെടുക്കണം. താൻ പരിശ്രമിച്ചിട്ടൊന്നും തന്റെ കഴിവുകൊണ്ട് അത് ഓർമ്മയിലേക്ക് വരുത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം വിചാരിച്ചത്, തന്റെ കൊട്ടാരത്തിനകത്ത് ദീർഘനാളുകളായി താന് അവിടെ ആക്കിയിരിക്കുന്ന ബാബിലോണിലെ ഏറ്റവും ശ്രേഷ്ഠരായ മന്ത്രവാദികളും ശകുനവാദികളും ആഭിചാരകന്മാരും ക്ഷുദ്രക്കാരും ഒക്കെ ദീർഘനാളുകളായി തന്റെ കൊട്ടാരത്തിൽ തന്നോടൊപ്പമുണ്ട്. ഇങ്ങനെയുള്ള ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും രാജാവ് അവരോടാണ് ആലോചന ചോദിക്കുന്നത്. അവര് പറയുന്നതിനനുസരിച്ചാണ് രാജാവ് തന്റെ ഓരോ നീക്കങ്ങളും നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മനസ്സു വ്യാകുലപ്പെട്ടും ഉറക്കമില്ലാതെയും ഇരിക്കുന്ന സമയത്ത് താൻ വിചാരിച്ചു, ഈ പ്രതിസന്ധിയിൽ തന്നെ സഹായിപ്പാൻ ഈ കൊട്ടാരത്തിലുള്ള ബാബിലോണിലെ ശ്രേഷ്ഠന്മാരായ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും ശുദ്രക്കാർക്കും ശകുനവാദികൾക്കും ഒക്കെ ഈ പ്രതിസന്ധിയിൽ തന്നെ സഹായിപ്പാൻ കഴിയുമെന്ന് അദ്ദേഹം അന്ധമായി വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കുക മാത്രമല്ല, തന്റെ കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളെ, മന്ത്രവാദികളെ, ആഭിചാരകന്മാരെയും ശുദ്രക്കാരെയും ശകുനവാദികളെയും ഒക്കെ തന്റെ മുൻപിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് രാജാവ് തന്റെ ആ സങ്കടം അവരോട് പങ്കുവെച്ചു. ഹല്ലേലൂയ. തനിക്ക് കണ്ട സ്വപ്നം നിമിത്തം തന്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു, ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ആകുലപ്പെട്ട മനസ്സുമായി, ഉറക്കമില്ലാത്ത കണ്ണുകളുമായി രാജാവ് കൊട്ടാരത്തിനകത്ത് ഇരിക്കുമ്പോൾ താൻ വിളിച്ചു വരുത്തിയ തന്റെ മുൻപിൽ നിൽക്കുന്ന അവിടുത്തെ ആത്മിക നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ തന്നെ രാജാവിനോട് കൽപ്പിച്ചു, രാജാവേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, രാജാവ് കണ്ട സ്വപ്നം ഞങ്ങളോട് പറയുക, അതിന്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞു തരാം എന്ന് അവര് പറഞ്ഞു. പക്ഷെ രാജാവിന്റെ വിഷയം അർത്ഥത്തെക്കാൾ കൂടുതൽ സ്വപ്നം താൻ മറന്നുപോയി എന്നുള്ളതാണ്. സ്വപ്നവും തന്നോട് പറയണം, അതിന്റെ അർത്ഥം
അർത്ഥവും തന്നോട് പറയണം. ഇതാണ് രാജാവ് അവരുടെ മുമ്പിൽ വെച്ചതായ കാര്യം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, രാജാവ് തന്റെ മുമ്പിലുള്ള ആത്മീയ നേതാക്കന്മാരെന്ന് താൻ കരുതി വരുന്ന ഇന്നലകളിലെ തന്റെ പല പ്രതിസന്ധികളും ആലോചന പറഞ്ഞു തന്ന രാജ്യത്തെ ശ്രേഷ്ഠന്മാർ, ഏറ്റവും അതിശ്രേഷ്ഠന്മാരായ മന്ത്രവാദികൾ ഇപ്പോൾ അവിടെയുണ്ട്. ആഭിചാരകന്മാർ രാജാവിന്റെ മുമ്പിലുണ്ട്. ശുദ്രക്കാർ തന്റെ മുമ്പിലുണ്ട്. ശകുനവാദികൾ തന്റെ മുമ്പിലുണ്ട്. ലക്ഷണം പറയുന്നവർ തന്റെ മുമ്പിലുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് സമ്മേളിക്കുന്ന ആ സദസ്സിൽ വെച്ച് രാജാവ് പറഞ്ഞു, ഞാൻ കണ്ടു മറന്ന സ്വപ്നം നിങ്ങൾ ഓർമ്മിച്ചു തരണം. സ്വപ്നം മാത്രമല്ല, ഞാൻ കണ്ട സ്വപ്നം കേവലം ഒരു പേക്കിനാവല്ല. പ്രൈസ് ദി ലോർഡ്. അത് അർത്ഥസമ്പുഷ്ടമായ ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അവരോട് പറഞ്ഞപ്പോൾ ഈ ആത്മീക നേതാക്കന്മാർ കൺഫ്യൂഷനായി. കാരണം ഒരു കാര്യം അവർക്ക് മനസ്സിലായി, മന്ത്രവാദികൾക്ക് സാധിക്കില്ല, അഭിചാരകന്മാർക്ക് സാധിക്കില്ല, ശുദ്രക്കാർക്ക് സാധിക്കില്ല, ശകുനവാദികൾക്ക് സാധിക്കില്ല, ലക്ഷണവിദ്യ പറയുന്നവർക്ക് സാധിക്കില്ല. ഈ പൈശാചിക നേതാക്കന്മാരെല്ലാം ആ രാജാവിന്റെ മുമ്പിൽ കൈമലർത്തിയിട്ട് അവർ പറഞ്ഞു, രാജാവേ, അങ്ങ് പറഞ്ഞ കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഹല്ലേലൂയ മനുഷ്യന് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഹല്ലേലൂയ, ഇത് സ്തോത്രം പറയാൻ പറ്റുന്നത് ജഡവാസമില്ലാത്ത, ജഡത്തിൽ വസിക്കാത്ത ഒരു ദേവനല്ലാതെ രാജാവ് പറഞ്ഞ കാര്യം ആർക്കും രാജാവിനെ ബോധിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുമ്പോൾ ഒരു കാര്യം, മന്ത്രവാദികളും ആഭിചാരകന്മാരും ശുദ്രക്കാരും ശകുനവാദികളും ഒരുപോലെ സമ്മതിക്കുന്ന രാജാവ്, അങ്ങ് പറഞ്ഞ കാര്യം ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് രാജാവ് ആഗ്രഹിച്ച കാര്യം, രാജാവ് അവരോട് പറഞ്ഞ കാര്യം അവരെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴിയുകയാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അവരെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് അവർ കൈയൊഴിയുന്നു. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, കൽദയർ രാജസംഘ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. അവര് പറയുന്നു, ഞങ്ങളെന്നല്ല, ഭൂമിയിലൊരു മനുഷ്യനും അങ്ങ് പറഞ്ഞിരിക്കുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആർക്കും സാധ്യമല്ല. എത്രയും മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരകനോടോ കൽദയരോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആരും ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ അവർക്ക് കഴിയാതെ അവർ രാജസന്നതിയിൽ കൈമലർത്തി നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യം അവർ പറയുന്നുണ്ട്, രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ള കാര്യമാണ്. തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും അത് കഴിയില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിലുള്ള മന്ത്രവാദികളും ആഭിചാരകന്മാരൊക്കെയായ ഞങ്ങൾക്ക് മാത്രമല്ല, ഭൂമിയിൽ ഒരു മനുഷ്യനും അത് സാധിക്കത്തില്ലെന്ന് അവർ പൂർണ്ണമായി ഉറപ്പിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ, രാജാവ് കൽപ്പിച്ചു. അരിയോക്ക് എന്ന് പറയുന്ന സേനാപതിയോട് രാജാവ് കൽപ്പിച്ചു, ആഭിചാരകന്മാരെ, മന്ത്രവാദികളെ, ശകുനവാദികളെ, ഇവരെ എല്ലാം കുടുംബത്തോടെ കൊന്നുകളഞ്ഞേക്കുക. അവരെ കൊണ്ട് അസാധ്യമാണെങ്കിൽ ഇനി അവർ രാജസന്നിധിയിൽ ജീവിക്കാൻ പാടില്ല. അവരെ കൊന്നുകളയാൻ ഒരു കൽപ്പനയുണ്ടായി. അക്കൂട്ടത്തിൽ ഹല്ലേലൂയ ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. എന്ന് പറഞ്ഞാൽ കൊല്ലുവാൻ വിധിക്കപ്പെട്ട ചിലരോടുകൂടെ, സ്തോത്രം, ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടെ ചേർത്ത് കൊല്ലുവാനുള്ള ഒരവസരമാക്കി പിശാച് അവിടെ കൊണ്ടുവരുന്നു. പക്ഷെ ദാനിയേൽ വളരെ വിവേകത്തോടുകൂടെ അതിന്റെ മുമ്പിൽ ഇടപെട്ടിട്ട് അരിയോക്കിനോട് പറഞ്ഞു, അരിയോക്കെ, ഒരു കാര്യം ചെയ്യണം, സ്തോത്രം, എനിക്കല്പം സമയം. 16-ാം വാക്യത്തിൽ ദാനിയേൽ അകത്ത് രാജാവിനോട് തനിക്ക് സമയം തരണം, താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്ന് ബോധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഇവിടെ ആ മന്ത്രവാദികളും ആഭിചാരകന്മാരും ശുദ്രക്കാരുമൊക്കെ പരാതിയപ്പെട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല, ജഡവാസമുള്ള ഒരു മനുഷ്യന് സാധിക്കത്തില്ല, ജഡവാസമില്ലാത്ത ദേവന്മാരെ കൊണ്ടല്ലാതെ ഭൂമിയിൽ മനുഷ്യനായി പിറന്നിരിക്കുന്ന ആർക്കും സാധിക്കാത്ത അസാധ്യമായ ഒരു ചോദ്യമാണ് രാജാവ് ചോദിച്ചത്. ഭൂമിയുടെ ചരിത്രമുണ്ടായത് പോലെ ഇന്നുവരെ ഇതുപോലൊരു രാജാവും തന്റെ പ്രജകളോടോ ഇതുപോലെയുള്ള മന്ത്രവാദികളോടോ ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യമാണ് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ അവർ ആ ചോദ്യത്തെ ചോദ്യത്തിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ചപ്പോൾ ഇടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ, ഈ വാരിതിയിൽ വന്നിരയിൽ തള്ളലേറ്റു ഞാൻ.
കുഞ്ഞിടാതെ പ്രിയനെന്റെ കോട്ടിലുണ്ടല്ലോ. ഗാനം പാടിയൻ നാട്ടിലെത്തുമേ, ഗാനം പാടിയൻ നാട്ടിലെത്തുമേ. വാഴും ഞാനെൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാനാമേ. വാഴും ഞാനെൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം ആദീനാരംഭം, ക്ഷാമം ഭൂകമ്പം ആദീനാരംഭം. വാഴും ഞാൻ എന്റെ രക്ഷിതാവ് കൂടെ എപ്പോഴും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ ക്ഷമിക്കുക, എന്താ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചു വന്നത് നെബൂഖദ്നേസർ എന്ന രാജാവ്, രാജാവിനോട് മന്ത്രവാദികൾ പറയുന്നത്, ഈ ജനവാസം ഇല്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞിടത്ത് രാജാവിനോട് പറയുന്നു, തനിക്ക് സമയം തരണം, ഞാൻ നിങ്ങളോട് ഇത് അർത്ഥം അറിയിക്കാം എന്നുള്ള ഉറപ്പ് കൊടുക്കുക. ഒരു കാര്യം നമ്മൾ മറന്നുപോകരുത്, അസാധ്യമെന്ന് ചിലര് വിധി പറഞ്ഞിടത്താണ് പ്രാർത്ഥിക്കുന്ന ദാനിയേൽ പറയുന്നത്, എനിക്ക് സമയം തരണം, ഞാൻ രാജാവിനോട് അറിയിക്കാം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇതിന് രാജാവ് ചോദിച്ചതിന് ഉത്തരം തരുവാനോ സ്വപ്നം പറഞ്ഞു തരാനോ ഒരിക്കലും സാധ്യമല്ല. അസാധ്യമെന്ന്, സാധിക്കത്തില്ലെന്ന് പൂർണ്ണമായിട്ട് മന്ത്രവാദികൾ, ആഭിചാരകന്മാർ, ശുദ്രക്കാരും ശകുനവാദികളും ഒക്കെ ഒരുമിച്ച് ഐക്യകണ്ഠേന പറഞ്ഞ, നടക്കത്തില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ വിഷയത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്നവൻ പറഞ്ഞു, എനിക്ക് സമയം തന്നാൽ ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ എത്ര പേർക്ക് ഇന്ന് അങ്ങ് രാത്രി ദൈവാത്മാവ് ചോദിക്കുന്നു, നമ്മിൽ എത്ര പേർക്ക് ഇതുപോലെ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ സാധിക്കും? അല്ലെങ്കിൽ പലരും നടക്കത്തില്ലെന്ന് പറഞ്ഞത്, പലരും അസാധ്യമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുമെന്ന് പറയുവാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് മഹത്വം. ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ചില മന്ത്രവാദികൾക്ക് കഴിയാത്തത്, ചില ദേശത്തെ ആഭിചാരകന്മാർക്കോ ശുദ്രക്കാർക്കോ അസാധ്യമെന്ന് പറയുന്ന ചിലത് എന്നിലൂടെയും നിങ്ങളിലൂടെയും ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ടെന്ന് ഈ രാത്രി ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞാൽ അത് ആമേൻ പറഞ്ഞത് എന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്? പ്രൈസ്. അസാധ്യമെന്ന് പലരും വിധി പറഞ്ഞത്, ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ഹല്ലേലൂയ, ദൈവം നിന്നിലൂടെ ചെയ്തെടുക്കാൻ പോകുക. 2026 മറ്റുള്ളവർ അസാധ്യമെന്ന് പറഞ്ഞു മാറ്റിവെച്ച വിഷയം, നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ, ഹല്ലേലൂയ, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ഹല്ലേലൂയ ദൈവാത്മാവിന് ചെയ്തെടുക്കുവാൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആ കരങ്ങളൊന്ന് തട്ടിക്കർത്താവിന് മഹത്വം കൊടുക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ഏത് തലമുറയിലും ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ, ഉപയോഗിക്കുവാൻ കഴിയും. അതുകൊണ്ട് അസാധ്യമെന്ന് 2026 ഈ ദിവസം വരെ നമ്മുടെ മുമ്പിൽ അസാധ്യമെന്ന് പറഞ്ഞ പലതും നമ്മിലൂടെ ദൈവം സാധിപ്പിക്കാൻ പോകുക. എന്ത് ചെയ്യണം? ദാനിയേൽ ദൈവത്തിന്റെ അടുക്കൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 19 വാക്യത്തിൽ അന്ന് രാത്രിയിൽ ദാനിയേലിന് ആ രഹസ്യം ദർശനത്തിൽ ദൈവം വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദാനിയേൽ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുവാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ ദൈവം ദാനിയേലിന് ദർശനത്തിൽ അത് വെളിപ്പെടുത്തി. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് വളരെ ഹൃദ്യമായി വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ദൈവം ഹല്ലേലൂയ നിനക്ക് ചിലതൊക്കെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ്. ദൈവം ചിലതൊക്കെ നിനക്ക് മറ്റു പലർക്കും വെളിപ്പെടാത്തത്, മറ്റാരെ
കൊണ്ടും സാധിക്കാത്ത ചിലത് നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത്, നിന്റെ കിടക്കയിൽ ദൈവം ചില ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ ദൈവം ചില രഹസ്യങ്ങൾ, മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ പോകുക. ആ ദൂത് എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരോട് ദൈവത്തിന്റെ ദൂത്, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ കരയുന്ന ചില വിഷയങ്ങൾ ദൈവാത്മാവ് പ്രൈസ് ദി ലോർഡ് നിന്നെ, ഹല്ലേലൂയ, നിന്നിലൂടെ അത് ചെയ്തെടുക്കാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ചില രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടും. ഒരു പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ദേശത്തിന്റെ ചില രഹസ്യങ്ങളാകാം, സഭയ്ക്കകത്തുള്ള ചില രഹസ്യങ്ങളാകാം, ഒപ്പം ആരാധിക്കുന്നവരെ ആകാം, കുടുംബത്തിലുള്ളവരെ ആകാം, ജീവിതത്തിന്റെ രഹസ്യങ്ങളെ വരെ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ചില രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്നവന് വെളിപ്പെടുത്തും. ലോകത്തിലുള്ളവൻ പറയും സാധിക്കത്തില്ല, അസാധ്യമെന്നൊക്കെ. ഹല്ലേലൂയ. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവൻ പറയും ഇതൊരിക്കലും സാധ്യമല്ല, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ പറയും ഹല്ലേലൂയ, ഞാനത് പറയാം, ഞാനത് വെളിപ്പെടുത്താം, എനിക്ക് സമയം വേണം. എന്തിനാ സമയം? പ്രാർത്ഥിച്ചു പ്രാപിക്കാനുള്ള സമയം മതി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ മുറിക്കകത്ത് മുട്ടുമടക്കുന്ന രാത്രിയിൽ തന്നെ ദാനിയേലിന് ദർശനത്തിലൂടെ ദൈവം അത് വെളിപ്പെടുത്തിയെങ്കിൽ ഒരിക്കൽ കൂടെ ആത്മാവിൽ ആ ദൂത് ജനത്തോട് ആവർത്തിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, മുട്ടുമടക്കാൻ തയ്യാറായാൽ, അസാധാരണമായ രഹസ്യങ്ങൾ നിന്റെ റൂമിനകത്ത് ദൈവം വെളിപ്പെടുത്തി തരാൻ പോകുകയാ. ദർശനം വെളിപ്പെടുത്തുക മാത്രമല്ല, സാധിക്കത്തില്ലെന്ന് പറഞ്ഞ ചിലരുടെ നടുവിൽ ദൈവം നിന്നെ നിർത്തുവാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. സാധിക്കത്തില്ലെന്ന് പറഞ്ഞ ചിലരുടെ മുമ്പിൽ ദൈവം നിന്നെ നിർത്താൻ പോകുകയാ. ദൈവം നിന്നെ നിർത്താൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ദാനിയേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. രാജാവ് ആ രഹസ്യം രാജാവിനോട് പറയുന്നു. അതിനുശേഷം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അരിയോക്ക് എന്ന് പറയുന്ന രാജാവ് ഈ പറയപ്പെട്ട മന്ത്രവാദികൾ, ആഭിചാരകന്മാരെയും ഒക്കെ കൊല്ലുന്ന കൂട്ടത്തിൽ ദാനിയേലിനെയും കൂടെ കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞ അയച്ചിരിക്കുന്ന സേനാപതിയായ അരിയോക്കിനോട് ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 24 വാക്യം വായിക്കുമ്പോൾ അവിടെയുണ്ട്, അതുകൊണ്ട് ദാനിയേൽ ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിപ്പാൻ രാജാവ് നിയോഗിച്ചിരുന്ന അരിയോക്കിന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയുക, ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുതേ, എന്നെ രാജസന്നതിയിൽ കൊണ്ടുപോകണം, ഞാൻ രാജാവിനെ അർത്ഥം ബോധിപ്പിക്കാമെന്ന് പറഞ്ഞ്. കണ്ടോ, ഹല്ലേലൂയ. അസാധ്യമെന്ന് രാജാവ് പറഞ്ഞ കാര്യം അസാധ്യമെന്ന് വിധി പറഞ്ഞപ്പോൾ മന്ത്രവാദികളെയും ആഭിചാരകനെയും ശുദ്രക്കാരെയും ഒക്കെ കൊന്നുകളഞ്ഞേക്കാൻ രാജാവ് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ, സകല മന്ത്രവാദികളെയും കൊന്നുകളയുവാനുള്ള കൽപ്പനയുമായി അരിയോക്ക് പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ, വിദ്വാൻമാരെ നശിപ്പിക്കുവാൻ നിയോഗം പ്രാപിച്ച അരിയോക്കിനെ തടഞ്ഞു നിർത്തി ദാനിയേൽ, ഹല്ലേലൂയ, വിദ്വാൻമാരെ നശിപ്പിക്കരുതേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, മന്ത്രവാദികൾക്ക് വേണ്ടി, ആഭിചാരകന്മാർക്ക് വേണ്ടി മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഹല്ലേലൂയ, അവരുടെ മരണത്തിന്റെ കെട്ടുപൊട്ടിക്കുവാൻ ഹല്ലേലൂയ, ദൈവം ദാനിയേലിനെ അവിടെ ഉപയോഗിക്കുകയാ. ദാനിയേൽ ചെന്ന് രാജസന്നിധിയിൽ നിന്നില്ലെങ്കിൽ ഈ വിദ്വാൻമാരൊക്കെ കൊല്ലപ്പെട്ടു പോകും. പക്ഷേ ഹല്ലേലൂയ, മരണം മുൻപിൽ കണ്ട ഏത് നിമിഷവും അരിയോക്കിനാൽ ഹല്ലേലൂയ കൊല്ലപ്പെടുമെന്ന് ഉറപ്പ് പ്രാപിച്ചിരിക്കുന്ന മന്ത്രവാദി, ആഭിചാരകന്മാർ, ശുദ്രക്കാർ, ഈ പ്രിയപ്പെട്ടവരെ ഒക്കെ വിടിവിപ്പാൻ ഹല്ലേലൂയ ദാനിയേൽ അവർക്ക് വേണ്ടി ഇടപെടുകയാണ്. അവിടെ പറയുന്നു ഹല്ലേലൂയ, അവരെ വിദ്വാൻമാരെ നശിപ്പിക്കരുതേ, അവരെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദാനിയേൽ അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ദൂത് പറയുന്നു. ചിലർക്ക് വേണ്ടി ദൈവം നിന്നെ ഇടിവിൽ നിർത്താൻ പോകുകയാണ്. ആ ചിലരുടെ നാശം സംഭവിക്കാതിരിക്കാൻ, ചില കുടുംബത്തിന്റെ അകത്ത് സമയത്തിന് മുമ്പ് കയറി വരുന്ന ചില ന്യായവിധിയുടെ മരണക്കെട്ടുകളെ പൊട്ടിക്കുവാൻ പ്രാർത്ഥിക്കുന്ന നിന്നെ ചിലർക്ക് വേണ്ടി ദൈവം ചില മേഖലകളിൽ നിർത്തി ചിലരെ വിടുവിച്ചെടുക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂതായി വിളിച്ചു പറയുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ചിലർക്ക് വേണ്ടി ഹല്ലേലൂയ നിന്നെ ദൈവം നിർത്താൻ പോകുക എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലരുത് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദാനിയേൽ അവർക്ക് വേണ്ടി രംഗത്ത്. ദാനിയേൽ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടതൊരിക്കൽ 14 രാപ്പകലുകൾ സൂര്യചന്ദ്രന്മാരെ കാണാതെ അദ്രിയ കടലിനകത്ത് സ്തോത്രം അലഞ്ഞു നടക്കുന്ന 276 പേരിൽ ഒരുവനായ സ്തോത്രം
പൗലോസിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പൗലോസേ നീ ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, ഈ ജനത്തെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. കണ്ടോ, 275 പേർക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഒരു ദൂതായി വിളിച്ചു പറയുന്നു, ഈ നാടുകളിൽ ദൈവം നിന്നെ ചിലർക്കു വേണ്ടി അവരുടെ ഇടയിൽ നിന്നെ നിർത്തി, നിന്നിലൂടെ ദൈവം ചിലരുടെ ന്യായവിധികളെ പൊട്ടിക്കാൻ പോകുക, ചില നാശത്തിന്റെ കെട്ടുകളെ, ചില മരണത്തിന്റെ കെട്ടുകളെ. ദൈവത്തിന്റെ വൈദ്യ നീ നിമിത്തം ദൈവം ചിലരുടെ കെട്ടുകൾ പൊട്ടിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറഞ്ഞാൽ ഈ രാത്രി ആമേൻ പറയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാമല്ലോ. അങ്ങനെ ദാനിയേൽ രാജസന്നിധിയിൽ ചെല്ലുന്നു. സ്തോത്രം. അവിടെ ഒരു കാര്യം സത്യമാണ്, മന്ത്രവാദം, ആഭിചാരം, ശൂദ്രം, ഇതെല്ലാം സ്തോത്രം അവിടെ പരാജയപ്പെടുകയാ കേട്ടോ. എല്ലാം സ്വയം പരാജയപ്പെടുക. ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പരാജയം സമ്മതിക്കുകയാണ് മന്ത്രവാദികൾ, ആഭിചാരകന്മാർ, ശൂദ്രക്കാർ. അവർ പരാജയം സമ്മതിക്കുക. അങ്ങനെ പലരും പരാജയം സമ്മതിച്ചിടത്താണ് ദാനിയേലിനെ ദൈവം നിർത്തി വിജയിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, പലരും പരാജയപ്പെട്ട മേഖലകളിൽ ദൈവം നിന്നെ നിർത്താൻ പോകുക. അനേകരുടെ വിടുതലിനായി പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ ദൂതറ്റെടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പലരും പരാജയപ്പെട്ട്, മന്ത്രവാദികൾ പരാജയപ്പെട്ടെടുത്ത്, ഡോക്ടർമാർ പരാജയപ്പെട്ടെടുത്ത്, ലോക വൈദ്യന്മാർ പരാജയപ്പെട്ടെടുത്ത്, സ്തോത്രം ഹല്ലേലൂയ, ദൈവം നിന്നെ ഉപയോഗിക്കുന്ന ദിവസങ്ങൾ വരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ദൂത് ഈ രാത്രിയിൽ ദൈവജനത്തിന് കൈമാറുകയാ. കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്ന രാത്രി. ദൈവത്തിന്റെ പ്രവൃത്തി. നമുക്ക് വേഗത്തിൽ വരാം. അങ്ങനെ ദാനിയേല് ദൈവസന്നിധിയിൽ വന്നിട്ട് രാജാവിന്റെ അടുക്കൽ വന്നിട്ട് താൻ പറയുന്ന കാര്യമാണ്, രാജാവേ അങ്ങ് കണ്ട ആ ദർശനം ഞാൻ പറയാം. എന്നിട്ട് താൻ ദർശനം രാജാവിനോട് പറയുന്നു. അതിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ, ഇത് എനിക്ക് ദൈവം വെളിപ്പെടുത്തിയതാ എന്ന് പറഞ്ഞാൽ രാജാവ് കണ്ട അതേ സ്വപ്നം റീക്രിയേറ്റ് ചെയ്യുന്നത് പോലെ വീണ്ടും അത് ദൈവം എനിക്ക് ക്രിയേറ്റ് ചെയ്ത് എന്നെ അത് പ്രദർശിപ്പിക്കുകയാണ് രാജാവ് കണ്ടത്. ദൈവം അങ്ങനെയും ചെയ്യും കേട്ടോ. എന്നത് സമയത്ത് ചിലപ്പം നമുക്ക് വേണ്ടി ഈ നിലയിൽ ദൈവം പ്രവർത്തിക്കും. വിശ്വസ്തനാ ദൈവം, അത് മറന്നു പോകല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്തോത്രം ഹല്ലേലൂയ, രാജാവിനോട് ദർശനം പറയുന്നു. അതിന് 31 രാജാവ് കണ്ട ദർശനം ഞാൻ വേഗത്തിൽ പറയാം. വലിയൊരു ബിംബം. ആ ബിംബം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ലോഹങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന ബിംബമാണ്. അതിന്റെ തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, കാൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും. ആ രാജാവ് നോക്കി നിൽക്കുമ്പോൾ തന്നെ കൈ തൊടാതെ ഒരു കല്ല് ആകാശത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ബിംബത്തിന്റെ കാലിലടിക്കുകയും ബിംബത്തെ ഹല്ലേലൂയ മുഴുവനായി നശിപ്പിച്ചു കളയുന്നു. എന്നിട്ട് ഒരു കാറ്റ് അടിച്ച് ആ സ്തോത്രം അതാ ബിംബം പൊടിഞ്ഞ ബിംബത്തിന്റെ പൊടി മുഴുവൻ അവിടുന്ന് പറത്തിക്കൊണ്ടുപോവുകയും അവിടെ വന്ന് ഈ ബിംബത്തെ അടിച്ച കല്ല് ഒരു വലിയ പർവ്വതമായി വളരുകയും ചെയ്താണ് ദർശനം. അവൻ രാജാവിന് മനസ്സിലായി. രാജാവ് കണ്ട അതേ ദർശനം രാജാവിന് വലിയ സന്തോഷമായി ദാനിയേലിനോട്. എന്നിട്ട് ദാനിയേൽ സ്വപ്നം കൊണ്ട് നിർത്തിയില്ല. രാജാവേ, ഇത് വെറും സ്വപ്നമല്ല. രാജാവ് ഭയപ്പെട്ടതുപോലെ, രാജാവിന്റെ മനസ്സ് വ്യാകുലപ്പെട്ടതുപോലെ ഇതൊരു നിസാരവൽക്കരിക്കേണ്ട സ്വപ്നമല്ല. ഇതിനകത്തൊരു അർത്ഥമുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല. രാജാവേ, ഹല്ലേലൂയ, ലോകത്തിന്റെ ഭാവി എന്താണെന്ന് ദൈവം രാജാവിന് ബോധ്യമാക്കി തന്നിരിക്കുകയാ. പ്രാർത്ഥിക്കുന്നവർക്ക് ചില മാത്രമല്ല, ചില ജാതികൾക്കും ചില സമയത്ത് ദൈവം ചില സ്വപ്നങ്ങളും ഇടപെടലുകളൊക്കെ നടത്തും കേട്ടോ. അല്ലെ, അതൊക്കെ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇവിടെ നെബൂഖദ്നേസർ ഒരു ജാതി രാജാവാണ്, അന്യ ദൈവങ്ങളെ സേവിക്കുന്ന ഒരു രാജാവാ. പക്ഷെങ്കിൽ സ്തോത്രം ഒരു ദൈവത്തിന്റെ സ്വപ്നം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. കാരണം തന്റെ സാമ്രാജ്യത്തിന്റെ നാളുകളെ കുറിച്ചുള്ള ഒരു വലിയ ഭാരം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. താൻ ഹല്ലേലൂയ പടുതുയർത്തിയിരിക്കുന്ന മഹദിയ ബാബിലോണിന്റെ ഭാവി എന്താകുമെന്നുള്ള ഒരാശങ്ക, എന്താകുമെന്നുള്ളത്, അതിന്റെ ലോകത്തിന്റെ അവസാനം എന്താകുമെന്നുള്ളത്, ഹല്ലേലൂയ ലോക ഭരണകൂടങ്ങളുടെ അന്തം എന്താകുമെന്നുള്ളത് വളരെ കൃത്യമായ ഒരു സ്വപ്നത്തിലൂടെ നെബൂഖദ്നേസർ രാജാവിന് ദൈവം അത് വെളിപ്പെടുത്തുന്നു. നെബൂഖദ്നേസറിന് അത് മനസ്സിലായില്ല, മറന്നുപോയി. മന്ത്രവാദികൾ ആഭിചാരകന്മാർക്കും അത് പറയാൻ സാധിച്ചില്ല. എന്നാൽ ദൈവം കൊടുത്ത സ്വപ്നം, അത് സ്വപ്നം പറയാനും വ്യാഖ്യാനിക്കാനും ദൈവം അഭിഷേകം ചെയ്ത ദാനിയേലിനെ പരിശുദ്ധാത്മാവോട് എഴുന്നേൽപ്പിക്കുകയാണ്. എന്താണ് കാരണം? ശുശ്രൂഷ കൊടുത്തത് ദൈവമാണെങ്കിൽ, ശുശ്രൂഷ നിന്നെ ഏൽപ്പിച്ചത് ദൈവമാണെങ്കിൽ
നിനക്ക് വേദി ഒരുക്കുന്നത് ദൈവമാണെന്ന് ഇപ്പൊ മകൻ ദൈവാത്മാവ് ആലോചന കൈമാറുക രാത്രിയിൽ. ദൈവം ശുശ്രൂഷ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു അതിനുള്ള വേദി ഒരുക്കുന്നത് ദൈവമാണ്. ഇവിടെ നെബൂഖദ്നേസറിന് ഒരു സ്വപ്നം കൊടുക്കുകയും അത് അദ്ദേഹത്തെ കൊണ്ട് മറപ്പിച്ചു കളയുകയും എന്നിട്ടും മന്ത്രവാദികളെ ആഭിചാരകന്മാരെ ഒക്കെ രാജാവ് വരുത്തി ചോദിച്ചപ്പോൾ അവർക്കതിന് മറുപടി പറയാൻ കഴിയാതെ പോയത് ദാനിയേലേ നിന്നെ ദൈവത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയാ, നിന്റെ രാജസന്നതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാ, നിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ വേണ്ടിയാ. ദൈവം അങ്ങനൊക്കെ ചെയ്ത് കേട്ടോ. അല്ല അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു നിനക്ക് ദൈവം ഒരു ശുശ്രൂഷ തന്നാൽ വേദിയില്ലെന്നോർത്ത് ഭാരപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ശുശ്രൂഷ തന്നവന്റെ ദയാ വേദി തരുന്നത് കേട്ടോ. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അതാ ദൈവത്തിന്റെ വിശ്വസ്തത. ഇവിടെ ദാനിയേലിന് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള ശുശ്രൂഷ കൊടുത്ത ദൈവമാണ്. അതുകൊണ്ട് ഒരു വേദി ദൈവം ഒരുക്കുകയാ. ശ്രേഷ്ഠകരമായ ചില വേദികളിൽ ദൈവാത്മാവ് 2026 ചിലരെ നിർത്താൻ പോകുകയാ. ഹല്ലേലൂയ. സ്തോത്രം. ദൂതറ്റെടുത്ത് കേട്ടോ. അതിപക്ഷ ദൈവാത്മാവ് ശക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് ചില വേദികളിൽ ഇതുവരെ നിൽക്കാത്ത ചില ശ്രേഷ്ഠമായ വേദികളിൽ ഹല്ലേലൂയ ദൈവാത്മാവ് നിർത്താൻ ദാനിയേൽ വന്ന് നിൽക്കുന്നത് രാജാവിന്റെ സന്നിധിയിലാണ്. പ്രൈസ് ദി ലോർഡ്. സാധാരണക്കാരന്റെ അടുത്തല്ല. ബാബിലോൺ എന്ന സാമ്രാജ്യത്തിന്റെ പ്രഥമ സാമ്രാജ്യത്തിന്റെ ശക്തനായ ചക്രവർത്തിയുടെ മുന്നിൽ നിന്ന് താൻ ഈ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശുശ്രൂഷ മാത്രമല്ല, ശുശ്രൂഷ വെളിപ്പെടുത്തുന്നവന് മാന്യതകളും തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത് കൈമാറുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കേട്ടോ. സമയം മുമ്പോട്ട് പോകുന്ന വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അങ്ങനെ സ്വപ്നം പറഞ്ഞു. സ്തോത്രം. അതിനുശേഷം അതിന്റെ അർത്ഥം പറയുന്നു. രാജാവ് അങ്ങ് കണ്ട ഒന്നാമത്തെ ശരീരഭാഗം തല, തങ്കം കൊണ്ടുള്ള തല, അത് ബാബിലോണി സാമ്രാജ്യത്തെ കാണിക്കുകയാണ്. ഒന്നാമത്തതും സാമ്രാജ്യം ബാബിലോണി സാമ്രാജ്യമാണ്. അതാണ് പൊന്ന്. പൊന്നിൽ തുടങ്ങി കളിമണ്ണിൽ വന്നാണ് ലോകങ്ങൾ അവസാനം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോകമാണ് പൊന്ന്. അതിനുശേഷം വെള്ളി, പിന്നീട് താമ്രം, പിന്നീട് ഇരുമ്പ്, അതിനുശേഷമാണ് കളിമണ്ണ്. അങ്ങനെ പൊന്നിൽ തുടങ്ങി കളിമണ്ണിൽ അവസാനിക്കുന്ന ആ ലോകങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു ബിംബമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുന്നത്. ഇതെല്ലാം തന്നെ വെറും ഒരു വിഗ്രഹമല്ല, ഒരു ബിംബമല്ല, മറിച്ച് ഓരോ ലോകങ്ങളും ദൈവം ഓരോ ഉദ്ദേശത്തോടെയാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. സ്വർണം ബാബിലോണിയ സാമ്രാജ്യത്തെ കാണിക്കുന്നു. രണ്ടാമത്തത് നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളത്. രാജാവേ അങ്ങയുടെ സാമ്രാജ്യം അവസാനിക്കും, അതിനുശേഷം മറ്റൊരു സാമ്രാജ്യം ഉണ്ടാകും എന്ന് ദാനിയേല് രാജാവിനോട് പറഞ്ഞു. തങ്ങളുടെ സാമ്രാജ്യം അവസാനിക്കും. എല്ലാ കാലവും ബാബിലോൺ ഒരു സാമ്രാജ്യമായി നിൽക്കത്തില്ല. അതിനെ അട്ടിമറിച്ചുകൊണ്ട്, അതിനെ തകർത്തുകൊണ്ട് മറ്റൊരു രാജ്യത്വം രംഗത്ത് വരും. അതാണ് നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളത്. അങ്ങേക്കാൾ അല്പം കൂടെ താണ മറ്റൊരു സാമ്രാജ്യം വരും. അത് മേദ്യ പാർസിയ സാമ്രാജ്യമാണ്. അതും അധിക നാള് മുൻപോട്ട് പോകത്തില്ല. അതും അവസാനിക്കും. അത് അതിനുശേഷം വരുന്ന മറ്റൊരു സാമ്രാജ്യം എന്ന് പറയുന്നത് താമ്രം കൊണ്ടുള്ളത്, അതായത് ഗ്രീസ് സാമ്രാജ്യം. അതിനുശേഷം അതും അവസാനിക്കും. പിന്നീട് വരുന്ന സാമ്രാജ്യം ഇരുമ്പ് പോലെ ബലമുള്ള റോമൻ സാമ്രാജ്യം വരും. ആ റോമാ സാമ്രാജ്യം അവസാനിക്കും. അതിനുശേഷം മറ്റൊരു വരും. അത് ഇരുമ്പും കളിമണ്ണും പോലെ ഒരിക്കലും ചേരാത്തത്. ഇരുമ്പും കളിമണ്ണും തമ്മിൽ ഒരിക്കലും ചേരത്തിൽ, അങ്ങനെ തമ്മിൽ ചേരാത്തൊരു ഭരണം ലോകത്തിൽ വരും. അതായിരിക്കും ലോകത്തിന്റെ മാനുഷിക ഒടുവിലത്തെ ഭരണം. അതാണ് ഹല്ലേലൂയ നമ്മൾ കാണുന്ന ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ആ ഏകാധിപത്യത്തിൽ തുടങ്ങി ജനാധിപത്യത്തിൽ അവസാനിക്കുന്ന ലോകത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ ഭരണ സംവിധാനങ്ങളെ വളരെ കൃത്യമായി ദൈവം നെബൂഖദ്നേസർ എന്ന രാജാവിന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുന്നു. സ്വർണത്തിൽ തുടങ്ങി കളിമണ്ണിൽ അവസാനിക്കുന്ന, ബാബിലോണിൽ തുടങ്ങി ഹല്ലേലൂയ സ്തോത്രം അവസാനിക്കുന്ന, ജനാധിപത്യത്തിൽ അവസാനിക്കുന്ന ഒരു ലോക ഭരണമാണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്നാൽ ഒടുവിലത്തെ ഭരണമായി ജനാധിപത്യത്തിന്റെ ഒടുവിൽ വന്ന് അടിക്കുന്ന കല്ല് അത് ദൈവരാജ്യം. അതാണ് നമ്മൾ വായിച്ചത്. ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദൈവം ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു ദൈവിക രാജ്യം സ്ഥാപിക്കും. ആ രാജ്യത്തെയാണ് ഈ കൈതൊടാതെ വന്ന കല്ല് കാണിക്കുന്നത്. ഇത് സമസ്ത ലോകത്തെയും ഒന്നിച്ച് ഭരിക്കുന്ന ഒരു ദൈവിക ഭരണം ഈ ഭൂമിയിൽ വരും. ആ ലോകത്തിലെ ഭരണ സംവിധാനങ്ങളൊക്കെ താൽക്കാലികമാണ്. അതൊന്നിൽ നിന്ന് താഴോട്ട് ഒടുവിൽ അത് ജനാധിപത്യം, പിന്നെ അത് അരാജകത്വത്തിലേക്ക് മാറി ഒടുവിൽ ദൈവത്തിന്റെ നേരിട്ടുള്ള മനുഷ്യനുള്ള ഭരണം ഈ ഭൂമിയിൽ ഉണ്ടാകും. ഇതാണ് ഹല്ലേലൂയ ലോകത്തിന്റെ, അല്ലെങ്കിൽ ആ ലോകത്തിന്റെ ഭരണ സംവിധാനം എന്നുള്ളതാണ് രാജാവിന്
ബോധ്യപ്പെടുത്തി കൊടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. പെട്ടെന്ന് അവസാനിപ്പിക്കാം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ ദർശനം, ആദ്യത്തെ 2-ാം അധ്യായത്തിലെ ദർശനം അത് നെബൂഖദ്നേസറാ കണ്ടതെങ്കിൽ 7-ാം അധ്യായത്തിൽ ഇതേ അർത്ഥം വരുന്ന മറ്റൊരു ദർശനമാണ് ദാനിയേലിന് ദൈവം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നെബൂഖദ്നേസറിനെ കാണിക്കാത്ത ഒത്തിരി രഹസ്യങ്ങൾ ആ സ്വപ്നത്തിനകത്ത് ദാനിയേലിനെ കാണിക്കുന്നുണ്ട്. അത് വ്യത്യസ്തമായ വ്യത്യസ്ത സ്വഭാവമുള്ള 4 വന്യമൃഗങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അതവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സിംഹവും അതുപോലെ തന്നെ പുള്ളിപ്പുലിയും കരടിയും, സ്തോത്രം, അങ്ങനെയുള്ള 4 ജീവികളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും ഇതും തമ്മിൽ ചേർത്ത് പഠിക്കുമ്പോൾ ഇത് രണ്ടും ലോകത്തിൽ വരുന്ന സാമ്രാജ്യങ്ങളെ കാണിക്കുന്നു. ആദ്യത്തത് ലോകങ്ങളോടുള്ള ബന്ധത്തിൽ കാണിച്ചെങ്കിൽ രണ്ടാമത്തത് വന്യമൃഗങ്ങളോടുള്ള ബന്ധത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സാമ്രാജ്യം ബാബിലോണിയ സാമ്രാജ്യമാണ്. ബാബിലോണിയ സാമ്രാജ്യം ആരംഭിച്ചത് സ്തോത്രം BC 606 ആരംഭിക്കുകയും BC 538 അവസാനിക്കുകയും ചെയ്തു ബാബിലോണിയ സാമ്രാജ്യം. അതിനുശേഷം ബാബിലോണിയ സാമ്രാജ്യത്തെ അസ്തമിപ്പിച്ചുകൊണ്ട് മറ്റൊരു സാമ്രാജ്യം ഉദയം ചെയ്തു. അത് ലഭിച്ചു ചേർന്നുള്ള ഒരു സാമ്രാജ്യ ശക്തി. അത് 538 ആരംഭിച്ച് BC 330 അത് അവസാനിക്കുന്നു. BC 330 അത് അവസാനിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മൂന്നാമത് വയറും അരയും താമ്രം കൊണ്ടുള്ളത് അത് മൂന്നാമത്തെ സാമ്രാജ്യമായ ഗ്രീസ് സാമ്രാജ്യമാണ്. അത് BC 330 മുതൽ BC 30 വരെയുള്ള കാലഘട്ടമായിരുന്നത്. അതിനുശേഷം നാലാമത്തത് സ്തോത്രം ഇരുമ്പ് കൊണ്ടുള്ള ഭരണം. അത് BC 30 മുതൽ AD 294 വരെയുള്ള കാലഘട്ടമാണ് നാലാമത്തെ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം. അതിനുശേഷമാണ് ഇരുമ്പും കളിമണ്ണും പോലെയുള്ള ജനാധിപത്യ ഭരണം ഭൂമിയിൽ വന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഏകാധിപത്യ ഭരണമല്ല, ജനാധിപത്യ ഭരണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭാരതം എന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. സ്തോത്രം. ജനാധിപത്യ രാജ്യം, ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നവരാൽ ഭരിക്കപ്പെടുന്ന ആ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. എന്നാൽ ഇതെല്ലാം അവസാനിച്ചിട്ട് ദൈവം തന്നെ നേരിട്ട് ലോകത്തെ ഭരിക്കുന്ന ഒരു ഭരണത്തിലേക്ക് ലോകം വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ആഗോള സംഭവങ്ങളെ ആകമാനം ചേർത്ത് പിടിച്ചാൽ കർത്താവിന്റെ ഭരണം ലോകത്തിൽ വരുവാൻ സമയം സമാഗതമായി എന്നുള്ള തിരിച്ചറിവ് ദൈവമക്കൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അടങ്ങിയിരിക്കേണ്ടവരല്ല, നമ്മൾ ഉണർന്നും പ്രാർത്ഥിച്ചും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം ആഗോള സംഭവങ്ങളൊക്കെ വിളിച്ചു പറയുന്നു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും യുദ്ധ ശ്രുതികളും ഒക്കെ ഒരു കാര്യം യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ സമയം ഏറ്റവും അതിക്രമിച്ചിരിക്കുന്നു. ഈ തലമുറയിൽ എപ്പോ വേണമെങ്കിലും നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ, ആരാധിക്കുന്ന ദൈവത്തിലെ, വിശ്വസ്തയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ വൈതലെ, ഈ ലോകത്തിന്റെ ഭരണങ്ങൾ പ്രാർത്ഥിക്കുന്നവന് ഒരുപക്ഷെ നീതി നിഷേധിച്ചെന്ന് വരാം, ആരാധിക്കുന്നവന്റെ നീതി നിഷേധിച്ചെന്ന് വരാം. എന്നാൽ നമ്മുടെ ദൈവം ലോകത്തെ മുഴുവൻ ഒന്നിച്ച് നീതിയോടെ ഭരിക്കുന്ന ഒരു ഭരണം ഈ ലോകത്തിൽ വരികയാണ്. ആ ഭരണത്തിലാണ് ഇന്നത്തെ കഷ്ടങ്ങളും വേദനകളും ഒക്കെ സഹിച്ച് ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവമക്കളെ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു ഭരണം ഈ ലോകത്തിൽ വരുവാൻ സമയമായി. ലോകത്തിന്റെ സമസ്ത മേഖലകളെയും അടക്കി ഭരിക്കുന്ന നമ്മുടെ കർത്താവ് രാജാതി രാജാവായി വെളിപ്പെടുന്ന സമയങ്ങൾ വെളിപ്പെടുന്നു. അതിനു മുൻപ് അവൻ വരും. സഭയെ ചേർക്കുവാൻ അവൻ മണവാളനായി മണവാട്ടിക്ക് വേണ്ടി വാനവേഗത്തിൽ വെളിപ്പെടുവാൻ സമയം സമാഗതമായിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ യേശുവിന്റെ വരവ്. അതെന്താണ് യേശുവിന്റെ വരവെന്ന് പറയുമ്പോൾ? യേശുവിന്റെ വരവിന് 2 വശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ യേശുവിന്റെ രഹസ്യവരവും രണ്ടാമത്തെ യേശുവിന്റെ പരസ്യവരവുമാണ്. അതായത് യേശുക്രിസ്തുവിന്റെ 2ാം വരവിന് 2 വശങ്ങളാണ്. ഒന്നാമത്തത് രഹസ്യവരവും രണ്ടാമത്തത് പരസ്യവരവും. എന്തിനാണ് രഹസ്യവരവ്? നമ്മളൊക്കെ നോക്കിയിരിക്കുന്നത് ആധുനിക ദൈവമക്കൾ അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിശ്വാസികളായ ദൈവമക്കളൊക്കെ നോക്കിയിരിക്കുന്നത് കർത്താവിന്റെ രഹസ്യവരവാണ്. രഹസ്യവരവിനെ കുറിച്ച് പറയുന്നത് യേശു കള്ളനെ പോലെ
പോലെ വരും എന്ന് പറഞ്ഞാൽ അവൻ വരുന്ന സമയങ്ങൾ ആരും അറിയുന്നില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു പ്രത്യേക സമയം, അതാണ് നമ്മൾ പ്രതീക്ഷയോടിരിക്കുന്ന കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത്, കർത്താവിന്റെ വരവെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന സകല വിശുദ്ധന്മാരെയും ചേർക്കുവാൻ യേശു കർത്താവ് വാനവേഗത്തിൽ അവന്റെ കാഹളം ധ്വനിക്കുവാൻ സമയമായി. ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു, ഈ കൂട്ടായ്മകളൊക്കെ പ്രിയ ഷാജി പാസ്റ്റർ നടത്തുന്ന ഈ ആത്മീക കൂട്ടായ്മകൾ എല്ലാ ദിവസവും നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. കർത്താവിന്റെ വരവേറ്റവും എടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഇത്രയും അധികം കൂട്ടായ്മകളിൽ പങ്കുചേരുവാൻ ഒരവസരം നമുക്ക് ലഭിച്ചതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം എന്തിനാ? കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ. അവന്റെ കാഹളം ധ്വനിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട സകലരും കർത്താവിനോടൊപ്പം പറന്നുയരുമ്പോൾ അവരിൽ ഒരാളായി ഞാനും നിങ്ങളും ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഈ രാത്രിയിൽ ആ കാഹളം ധ്വനിച്ചാൽ ഞാൻ എടുക്കപ്പെടുമെന്ന് ബോധമില്ലാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഒരു അവസരം തരികയാണ്. കർത്താവ് നിങ്ങൾക്ക് ഒരു അവസരം തരികയും മാനസാന്തരപ്പെടാം. പിന്മാറ്റത്തിലാണ്, മനസ്സുകൊണ്ട് ദൈവമായി ബന്ധമില്ലേ, ശരീരം കൊണ്ട് വിശ്വസ്തയോടെ ജീവിക്കുന്നില്ലേ, ഇന്ന് മകൻ ദൈവാത്മാവ് രാത്രി പറയുന്നു ഒരു അവസരം കർത്താവ് രാത്രിയിൽ തരികയാ. എപ്പോഴാണ് കാഹളം ധ്വനിക്കുന്നതെന്ന് അറിയില്ല. ആ രഹസ്യവരവ് നടക്കാൻ പോകുകയാ. അത് സമയം ഏറ്റവും അതിക്രമിച്ചിരിക്കുന്നു. കർത്താവ് വരും എന്നുള്ളത് സത്യമാണ്. ആ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഈ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് പരസ്യവരവാണ്. പരസ്യവരവെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് സഭയെ എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന മറ്റൊരു ഭരണാധികാരി രംഗത്ത് വരും. ആ ഭരണാധികാരിയും ആ ലോകം മുഴുവൻ അടങ്ങി ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അത്രയും പെട്ടെന്ന് അത് വരും. അത് വരണമെങ്കിൽ സഭ എടുക്കപ്പെടണം. എതിർ ക്രിസ്തു ഭൂമിയെ ഭരിക്കണമെങ്കിൽ അതിനു മുമ്പ് സഭ ഇവിടുന്ന് എടുക്കപ്പെടണം. സഭ എടുക്കപ്പെടുന്നതോടുകൂടെ ഇത് ഈ ലോകത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഏകലോക ഗവൺമെന്റ് ഈ ഭൂമിയിൽ ഉണ്ടാകും. അതിനെ ഭരിക്കുന്നയാണ് ഈ ആന്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവാണ്. 7 വർഷം ആ ഭരണമുണ്ടാകും. അധാർമികത പെരുകുന്ന, അതുപോലെ സ്തോത്രം യുദ്ധങ്ങളും, അതുപോലെ പട്ടിണി, ദാരിദ്ര്യം, രോഗം തുടങ്ങിയുള്ള ആ സ്തോത്രം മരിച്ചാൽ മതി എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന തലത്തിലേക്ക് ഭരണകൂടങ്ങൾ അതപ്പതിക്കുന്ന ഒരു 7 വർഷത്തെ ഭരണം ഇവിടെ ഉണ്ടാകും. അന്ന് സഭ ഇതിനകത്ത് കാണത്തില്ല. സഭ അതിനു മുമ്പ് എടുക്കപ്പെടും. എന്നാൽ 7 വർഷം അവസാനിക്കുമ്പോൾ യേശു ക്രിസ്തുവും സഭയും കൂടെ ഭൂമിയിലേക്ക് വരും. അന്ന് യേശു വരുന്നത് 7 വർഷം കഴിയുമ്പോൾ യേശു വരുന്നത് ക്രൈസ്തവ ശത്രുക്കളെ കൊന്നൊടുക്കുവാനും, അതുപോലെ തന്നെ ഭൂമിയിൽ 1000 വർഷത്തെ ഭരണം ഉണ്ടാകും. യേശു മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും കൂടെ ഭൂമിയിലേക്ക് വരും. അന്ന് യേശു വരുന്നത് അവന്റെ തലയിൽ അനേക രാജമുടികൾ. സ്തോത്രം. അന്ന് യേശു വരുന്നത് തലയിൽ രാജമുടികളോടുകൂടെ അവൻ വെള്ള കുതിരപ്പുറത്ത് വരും. ദൈവവചനമെന്ന് പേർ. ഹല്ലേലൂയ. അവൻ വരും. യേശു അന്ന് വരും. അന്ന് രാജാക്കന്മാരായി ഞാനും നിങ്ങളും അല്ലെങ്കിൽ സഭ യേശുവിനോടുകൂടെ ലോകത്തിൽ 1000 ആണ്ട് ഭരിക്കുമെന്നുള്ള വചന സത്യത്തിന്റെ നിവർത്തിക്ക് വേണ്ടിയുള്ള സമയങ്ങൾ അതിക്രമിച്ചു. ദൈവം ഇതില് ഒരിക്കലും നമ്മൾ കൈവിട്ടു പോകരുത്. കർത്താവ് വന്നാൽ നമ്മൾ എടുക്കപ്പെടാതെ പോയാൽ പിന്നെ അവശേഷിക്കുന്നത് തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലാണ്. ദൈവം ഇതിലെ പിന്നെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു സമയമില്ല. യഹൂദന് വേണ്ടി ആ 7 വർഷത്തെ മഹാപീഡന കാലഘട്ടത്തിൽ യഹൂദന് ഒന്നിച്ചൊരു ജാതിപരമായ രക്ഷ അവർക്കുണ്ടാകും. പക്ഷേ ജാതികളായ നമുക്ക് രക്ഷയുടെ ഏക സമയമാണിത്. കൃപായുഗത്തിന്റെ തിരശീല വീണാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ആകയാൽ ഭയത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം കേട്ടോ. എങ്ങനെയും ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. എങ്ങനെയും ജീവിക്കാനല്ല കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്. വിശുദ്ധരും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി പാപത്തെ വെറുത്ത്, ലോകത്തെ വെറുത്ത്, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ദൈവവൈതലേ, ഹല്ലേലൂയ, ദൈവകൃപയിൽ നിന്റെ തകർത്ത് കളയത്തക്ക നിലയിൽ നിന്റെ വിശുദ്ധ ജീവിതത്തിന് നേരെ പിശാച് വെല്ലുവിളി ഉയർത്തുമ്പോൾ അതിനെ അതിജീവിപ്പാനുള്ള ആത്മാവിന്റെ കരുത്തു പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വരവിനായി എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്. അവന്റെ കാഹളം ധ്വനിക്കും കേട്ടോ. ഈ രാജാക്കന്മാരുടെ കാലത്ത് ജനാധിപത്യം അതിന്റെ ഒടുവിലത്തെ അവസ്ഥയിലേക്ക് വരികയാ. ഒരു അരാജകത്വം പോലെ ലോകത്തിൽ ഭരണ സംവിധാനങ്ങൾ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാ.
ഇതെല്ലാം പ്രാർത്ഥിക്കുന്നവനോട് വിരൽ ചൂണ്ടി വിളിച്ചു പറയുന്നു, യേശുവിന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ സമയമായി. യേശുവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ സമയമായി. ഹല്ലേലൂയ. കർത്താവിന്റെ ആ ക്രൂശ മരണം നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു തന്റെ ഒടുവിലത്തെ തുള്ളി രക്തം വരെയും ക്രൂശിന്മേൽ ഒഴുക്കി തന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ അവസാന തുള്ളി രക്തം വരെയും നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് ക്രൂശിന്മേൽ ഒഴുക്കി തന്നു. ഇരു കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളിന്മേൽ യേശു തൂങ്ങപ്പെട്ട് കിടക്കുന്നത് എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് രക്ഷിപ്പാനായിരുന്നു. യേശുവിന്റെ മരണം സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. റോമൻ കോടതികൾ ഹല്ലേലൂയ യേശുവിനെ കുറ്റവാളി, കുറ്റമില്ലാത്ത കുറ്റവിമുക്തനാക്കി, ഞങ്ങൾ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് ലോകത്തിലെ അതിശക്തമായ അന്നത്തെ കോടതിയായ റോമൻ കോടതികൾ യേശുവിനെ കുറ്റവിമുക്തനാക്കി. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന്റെ കോടതി യേശുവിനെ സകല മനുഷ്യന്റെയും പാപം അവന്റെ മേൽ ചുമത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് യേശു പാപമില്ലാത്തവനെന്ന് കോടതികൾ വിധി പറഞ്ഞപ്പോൾ യേശുവിനെ കുറ്റവിമുക്തനാക്കി രക്ഷപ്പെടുത്തുക ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ യേശു രക്ഷപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് പാപമോചനത്തിന് മറ്റൊരു മാർഗം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് പിതാവ് തന്നെ തന്റെ മുഖം മറച്ച് പുത്രനെ ക്രൂശീകരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ 5 കോടതികളിൽ 7 പ്രാവശ്യം വിസ്തരിച്ചവരൊക്കെ നീതിമാനെന്ന് പറഞ്ഞ യേശുവിനെ ആ പീലാത്തോസിന്റെ കൽത്തളത്തിൽ അല്ലെങ്കിൽ പീലാത്തോസിന്റെ വിസ്താരമുറി മുതൽ 5 കോടതികളിൽ 7 പ്രാവശ്യം വിസ്തരിച്ചത്. എന്നിട്ടൊടുവിൽ പീലാത്തോസ് അവനെ ക്രൂശിക്കേണ്ടതിന് ചമ്മട്ടി കൊണ്ട് അടിക്കേണ്ടതിന് ഏൽപ്പിച്ചു. ചട്ടവാറ് കൊണ്ട് അടിച്ചവന്റെ ശരീരം പ്രവാചകൻ പറയുന്ന ഉഴവിതാല് പോലെ കീറി മുറിച്ചു. റോമൻ നാണയത്തൊട്ടുകൊണ്ട് അവന്റെ ആ സ്വന്തം മുഖത്തെ രോമങ്ങൾ പിഴുതെറിഞ്ഞു. അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. അവന്റെ തലയിൽ ഒരു വലിയ മുൾക്കിരീടം അടിച്ചിറക്കി. അതിനെക്കുറിച്ച് ജോസീഫസ് എന്ന അന്നത്തെ ചരിത്രകാരൻ പറയുന്നത്, അവന്റെ തലയിൽ അടിച്ചിറക്കിയ മുള്ളിൽ നിന്ന് ഒരു മുള്ള അവന്റെ കണ്ണിലൂടെ പുറത്തേക്ക് ചാടി എന്നാണ് പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശു മനുഷ്യന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, കല്ലുകളെ പോലും അലിയിപ്പിക്കുന്ന കഠിനമായ തരത്തിലുള്ള വേദനകൾ എന്തിനു വേണ്ടി യേശു സഹിച്ചു? പാപമില്ലെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് യേശു അടിയേറ്റു? എന്തുകൊണ്ട് യേശു ക്രൂശിന്മേൽ തറയ്ക്കപ്പെട്ടു? ഹല്ലേലൂയ. പാപികളായ എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. മറ്റ് ലോകത്തിന്റെ ഒരു മതങ്ങൾക്കോ ലോകത്തിന്റെ ഒരു സംവിധാനങ്ങൾക്കോ മനുഷ്യന്റെ പാപമോചനത്തിന് സ്ഥിരമായ ഒരു മാർഗം നൽകുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തന്റെ മനുഷ്യന് വേണ്ടി ഹല്ലേലൂയ ചെയ്ത, ദൈവം തന്റെ മനുഷ്യന് വേണ്ടി ഒരുക്കിയ ആ ദൈവ പദ്ധതിയാണ് കാൽവരി ക്രൂശ്. ആ ക്രൂശ് മരണത്തിലൂടെ പാപമോചനവും രോഗശാന്തിയും നിത്യജീവനും ഉണ്ടെന്ന് വേദപുസ്തകങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഞാൻ എന്റെ വാക്കിലൂടെ ഉപസംഹരിക്കട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവ് വിളിച്ചു പറയും, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ പ്രാപിച്ച് ദൈവസഭയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പിന്നെയും ഒരുങ്ങുക. വിശുദ്ധിയോടെ വേർപാടോടെ നിങ്ങളെ തെറ്റിച്ചു കളയാൻ വരുന്ന ദുരുപദേശകന്മാരെ തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസ്തയോടെ നിൽക്കുക. ആരെങ്കിലും ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർ, സ്നാനപ്പെടാത്തവർ, സത്യസഭയുടെ ഭാഗമായി തീരാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുന്നത്, യേശു മരിച്ചത് സ്നേഹിത നിങ്ങൾക്ക് വേണ്ടിയാണ്. യേശു മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ആ മരണത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ആ ക്രൂശിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, യേശുവിന് വേണ്ടി കർത്താവേ ഞാനൊരു പാപിയാണ്, അങ്ങന്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ യേശു